ഹായ് ഫ്രണ്ട്സ്, രഞ്ജൂസ് മീഡിയ ടെക്കിലേക്ക് ഏവർക്കും സ്വാഗതം. വായനാ ദിനം മലയാള സാഹിത്യത്തിന് വലിയ സംഭാവന നൽകിയ PN പണിക്കർ സ്മരണാർത്ഥമാണ് ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ ആഘോഷിക്കുന്നത്. ഈ സന്ദർഭത്തിൽ വായനയുടെ മഹത്വം ഓർമ്മിപ്പിക്കുന്ന ചില മഹത്വചനങ്ങൾ ശ്രവിക്കാം. വായിച്ചവനാണ് ലോകത്തെ നയിക്കുന്നത്. ഒരു നല്ല പുസ്തകം നമുക്ക് കണ്ടുവരാത്ത ലോകങ്ങളിലേക്ക് വഴി തുറക്കുന്നു. ഒരു കുട്ടിക്ക് വായനയുടെ രുചി കൊടുക്കുക അവൻ്റെ ഭാവി ചേർത്ത് പിടിക്കുന്നതാണ്. വായന വെറും ഒരു ശീലമല്ല, അതൊരു കരുത്താണ്. പുസ്തകങ്ങൾ ഞങ്ങളെ ഒരിക്കലും തെറ്റിച്ചു വിടുന്നില്ല, അവർ വിശ്വസ്ത സുഹൃത്തുക്കളാണ്. വായിക്കുക, ചിന്തിക്കുക, പങ്കുവയ്ക്കുക അറിവിൻ്റെ 3 പടികളാണ്. ഒരു ദിവസം വായനയ്ക്ക് നീക്കിവെക്കുക. ഒരു ജീവിതകാലം താങ്കൾക്ക് കൃതജ്ഞനാകാം. വായിക്കുക എന്നത് ലോകത്തെ കാണാനുള്ള ഏറ്റവും വേഗമേറിയ വഴിയാണ്. നമുക്ക് കാഴ്ചയില്ലാത്തത് പുസ്തകങ്ങൾ വഴി കാണാം. പുസ്തകങ്ങൾ ആലോചനകളുടെ വിത്തുകളാണ്. അറിവിലേക്ക് എത്താനുള്ള ഇടുങ്ങിയ വഴി വായനയാണ്. വായിച്ചവരാണ് മാറ്റത്തിന് നേതൃത്വം നൽകുന്നവർ. വായിക്കുക, ഓരോ വാക്കും മനസ്സിൽ കടലാസാകട്ടെ. ഒരു പുസ്തകം വായിക്കുന്നത് ഓരോ ജീവിതവും അനുഭവിക്കുന്നത് പോലെയാണ്. വായനയിലൂടെ മനസ്സിൽ പൂക്കൾ വിരിയുന്നു. പുസ്തകമില്ലാത്ത ജീവിതം പ്രകാശമില്ലാത്ത വഴിയാത്രയാകുന്നു. കുട്ടികൾക്ക് വായനയുടെ രുചി കൊടുക്കുക, അവർക്കായുള്ള ഏറ്റവും വലിയ സമ്മാനമാകും അത്. പുസ്തകം ഒരു പാതയാണ് സത്യത്തിലേക്കുള്ള യാത്രയ്ക്ക്. വായന മനസ്സിൻ്റെ വിസ്തൃതിയാവട്ടെ. ഒരു നല്ല പുസ്തകം ജീവിതം മാറ്റിയേക്കാം. വായനയില്ലാത്ത ഒരു ദിനം സൂര്യനില്ലാത്തൊരു പ്രഭാതം പോലെയാണ്. പുസ്തകങ്ങളോടുള്ള സ്നേഹമാണ് മനസ്സിൻ്റെ സമ്പത്ത്. കുഞ്ഞുങ്ങളുടെ കയ്യിൽ ഒരു പുസ്തകം തന്നാൽ ഭാവിയിൽ ഒരു ലോകം നേടാം. വായന ജീവിതത്തെ പ്രകാശിപ്പിക്കുന്നു. അക്ഷരങ്ങളിലൂടെ ആത്മാവ് വളരുന്നു. പുസ്തകങ്ങൾ ചെറുതായേക്കാം, പക്ഷേ അതിൻ്റെ ഉള്ളടക്കം അനന്തമാണ്. അക്ഷരങ്ങളിലൂടെ നമ്മൾ അതിജീവിക്കുന്നു. പുസ്തകം തുറക്കുമ്പോൾ അറിവിൻ്റെ വാതിലുകൾ തുറക്കുന്നു. വായിക്കുക, അത് സ്വതന്ത്രമാകാനുള്ള ഏറ്റവും നല്ല മാർഗമാണ്. അക്ഷരങ്ങൾ മനസ്സിൻ്റെ കണ്ണുകളാണ്. വായിച്ചാലേ ബുദ്ധി തുറക്കൂ, അറിവ് വളരൂ. ഒരു പുസ്തകം ചൊല്ലുന്ന ഓരോ വാക്കും ഒരു പുതിയ വഴിയാകാം. വായനയുടെ വിത്ത് വയൽക്കിളികളെയും കാട്ടുപുഷ്പങ്ങളെയും പോലെ വളരുന്നു. പുസ്തകങ്ങൾ നമുക്ക് വിശ്വസിക്കാവുന്ന മൗനമുള്ള സുഹൃത്തുക്കളാണ്. വായന ഒരു യാത്രയാകട്ടെ, മനസ്സിലൂടെ, ഭാഷകളിലൂടെ, സംസ്കാരങ്ങളിലൂടെ. വായന ഒരാൾക്ക് ഒറ്റയ്ക്കുള്ള സുഖമാണ്, പക്ഷേ അതിൻ്റെ ഫലങ്ങൾ സമൂഹം മുഴുവൻ അനുഭവിക്കുന്നു. അറിയാൻ ഉദ്ദേശിക്കുന്നവർക്കായി പുസ്തകങ്ങൾ കാത്തിരിക്കുന്നു. വായനയുടെ വെളിച്ചത്തിൽ കഴിയുന്നവർക്ക് അധോലോകം അപ്രധാനമാണ്. വായിക്കാൻ തുടങ്ങുക, മറക്കാനാവാത്ത സ്വപ്നങ്ങൾ ആരംഭിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.